അപ്പോൾ ഞങ്ങൾ ദുബായ് ഫെയർമൗണ്ട് ഫിഷ് മാർക്കറ്റ് കാണാൻ പോകും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടി ജംഗ്ഷൻ റെസ്റ്റോറൻറ്റ് അൽനാദയിലേക്ക് വന്ന കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ. ഇതാ കുക്കു ഓൾറെഡി സെറ്റ് ആയിരിക്കുകയാണ്. അല്ലേ കുക്കു 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 നമ്മളെ കഴിക്കൂലേ? സൈക്കിൾ ബോട്ടില്ല, അതിന്റെ പ്രാക്ടീസ്. സൈക്കിൾ ബോസിന്റെ പ്രാക്ടീസ്. ഓ ഇളക്കുന്നവൻ അവനാ എരിയുന്നുണ്ട് നല്ലപോലെ. ഇളക്ക് ഇത് അടി ഞങ്ങള് വൃത്തിയുള്ള വീട്ടിലെ കുട്ടികളാ. ഭക്ഷണം കഴിക്കണം. എക്സ്പ്രഷൻ നോക്കിക്കോളെ. ഞങ്ങൾക്ക് വേണ്ടി ദീപം ചെയ്ത ആ പാവം കോഴിനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ്. അടക്കിച്ചു നിൽക്കണം അവിടെ. സ്മരിക്ക്. ഞങ്ങൾ ദുബായിലെ വൺ ഓഫ് ദി ബെസ്റ്റ്, അതായത് ഫിഷ് മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. അതാണ് ഏതാണ്ട് കീരനുണ്ട്, മൂപ്പരുടെ ഭാര്യയുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന വഴിക്ക് മീൻ വാങ്ങുന്നതിന് മുമ്പ് ഐസ്ക്രീം വാങ്ങാനായിട്ട് നിൽക്കുക. കയറി വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഐസ്ക്രീം പിടിക്കാനായിട്ട്. കിട്ടി സാധനം കിട്ടി. തീരട്ടാ ഇതെടുത്തോ ആ കൊല്ലം എടുത്തോ. എടുത്തോ. അകത്ത് കയറാൻ മടിയായോണ്ടല്ല കേട്ടോ, ഈ മണം അടിച്ചിട്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിച്ചെറിയണം ആ കാണുന്നത്. ഇത് നമ്മുടെ ഫിലോപ്പിയല്ലേ? ആണല്ലോ, ഇത് ഫിലോപ്പിയാണ്. പറ്റിക്കണോ? ആ ഇവിടെ വേറെ ആളുടെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ നമ്മുടെ ആളുടെ ഫോട്ടോ വെച്ചേക്ക് പറ്റിക്കാണല്ലേ. ഈല് ഈ അക്വേറിയത്തിൽ ഇറക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, എന്നാ വലുപ്പമാണെന്നറിയോ? കിങ് ക്രാബ് എന്ന് പേര്
പേര് ഇട്ടത് റെഡിക്കും കിങ് ക്രാബ് തന്നെയായിട്ടാണ്. നമ്മുടെ കിച്ചി ചിക്കനേക്കാളും വലുതാട്ടോ. പിന്നെ ലോബ്സ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ വേറെയും കുറേ മീനുകളുണ്ട്. ഈ മീനുകളൊക്കെ ലൈവാണ് കേട്ടോ. നമുക്ക് ലൈവ് മീനുകളെ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇവിടെ നിന്ന് തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനൊരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് വീടിന് ലാസ്റ്റിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സ്ഥലം എങ്ങോട്ടാണെന്ന് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, അധികമൊന്നുമില്ല. നമ്മളിത് ഈ നിൽക്കുന്ന ഏരിയ തന്നെയാണല്ല. ഇവിടെ 1 2 3 അക്വേറിയം അല്ല, ഈ ചുറ്റുപാടും ഫുൾ അക്വേറിയംസാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെ ലൈവ് ഫിഷസും കാണാൻ പറ്റും. ഈ കിങ് ക്രാബുകൾ നോക്കി എന്നാൽ വലുപ്പമുള്ളതാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഓയിസ്റ്റർ കാണാൻ പറ്റും. ഈ മീനാണ് നമ്മൾ ആദ്യം നമ്മൾ ഫിലോപ്പിന ടാങ്കിൻ്റെ മേലെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അതിനെ ഇവിടെ എത്തിയപ്പോഴേ ഞാൻ കണ്ടത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നാണെങ്കിലും ഈ മീനാണതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഇവിടെ നിന്ന് തന്നെ നടക്കുമ്പോൾ നമുക്ക് ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അതായത് ഡെഡ് ആയിട്ടുള്ള ഫിഷുകളുണ്ട്, അത് പിടിച്ചിട്ടേക്കുന്ന മീനുകൾ. ഇത് ലൈവാണ്. ലൈവ് സെക്ഷൻ അധികമൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് അല്ലാത്ത മീനുകളാണ്. ഇതിനകത്ത് കാണാനൊരു ഭംഗിയുള്ള ഇത് അടുക്കി വെച്ചേക്കുന്നതാണ്. എന്ത് വൃത്തിക്ക് അടുക്കി വയ്ക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ ഞണ്ടുകളും അങ്ങനത്തെ സാധനങ്ങൾ അടിക്കുന്നത്. ഈ ചെമ്മീനും ഞണ്ടും ഒക്കെ അടുക്കിയ സെക്ഷൻ അത് വേറെ തന്നെ ആയിരിക്കും. അവിടെ പോകണം. എന്ത് ഭംഗിയാണ് കാണാനറിയാമോ. ഇതിപ്പം ഈ സെക്ഷൻ ഇത് നോക്കൂ. ഈ സെക്ഷൻ ഇപ്പം കാണാം. ഈ സെക്ഷൻ നോക്കി എന്നെ ഭംഗിയാണ്. ഇതുപോലെ തന്നെയാണ് ഈ ഞണ്ടിൻ്റെയും ചെമ്മീൻ്റെയും കക്കേൻ്റെയും സെക്ഷൻ വരുമ്പോഴത്തേക്കും ഒട്ടുക്കത്തെ ഭംഗിയാണ്. എന്തൊരു പൂക്കളൊക്കെ ഇട്ട ഫീലാണ്. നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അത്യാവശ്യം വിലക്കുറവുണ്ട് കേട്ടോ അവിടെ. നമുക്ക് കുറച്ച് ഇതൊക്കെ കടയൊക്കെ അടയ്ക്കാറാകുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് സാധനം കിട്ടും. ഇവിടുന്ന് ഞങ്ങളും കുറച്ച് മീനൊക്കെ വാങ്ങി. ഞങ്ങൾ സാൽമണൊക്കെ വാങ്ങി, പിന്നെ ഒരു ട്യൂണ വാങ്ങി. അങ്ങനെ കുറച്ച് മീനൊക്കെ ഇവിടുന്ന് ഞങ്ങൾ വാങ്ങാൻ പറ്റി ഞങ്ങൾക്ക്. പിന്നെ ഇത് കണ്ടോ നിരത്തിയിട്ടേക്കണേ. ഇവിടെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയാണ്. അവരും നമ്മളോട് മോശമായിട്ടൊന്നും പെരുമാറത്തില്ല. നമ്മളെ പരമാവധി നമ്മളോട് വാങ്ങാൻ തന്നെ അവർ പറയുള്ളൂ. എന്നുവെച്ചാൽ അവർ നമ്മളെ കൺവിൻസ് ചെയ്യും. പിന്നെ നമുക്ക് കുറേ വിലക്കുറവ് തരും. അങ്ങനെ ഓപ്ഷൻസ്. കുക്കൂര് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഇടയ്ക്കൊക്കെ മൂക്ക് പോത്തുന്നുണ്ടായിരുന്നു ചെറുക്കൻ. മണത്തിട്ടെ അവൻ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോകാറില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്, മീൻ മാർക്കറ്റിൽ വരുന്നത്. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ഇത് മീനൊക്കെ അത്യാവശ്യം ഫ്രഷാണ് കേട്ടോ. നോക്കി എല്ലാ മീനും അതിൻ്റെ ചെകിള നോക്കി അറിഞ്ഞോട്ടെ നമുക്ക്. ആ റെഡ് കളർ അത്രയും ബ്ലഡായിട്ട്. പിന്നെ തലക്കറി വയ്ക്കാൻ തലക്കറിക്ക് ഒരു കുറവുമില്ല. എല്ലാം കിട്ടും ഇവിടെ. നോക്കി അമ്പൂറിൻ്റെ തലയിൽ എടുക്കുന്നത്. അങ്ങനെ എല്ലാ മീനിൻ്റെ തല വേറെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കട്ടിങ് ഏരിയ ഉണ്ട്. നമ്മൾ മീൻ വാങ്ങിയിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അവർ കട്ട് ചെയ്ത് നമ്മൾ പറയുന്നത് എന്താണോ അതുപോലെ കട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുതരും. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി, ഈ ഞണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അടുക്കി വെച്ചേക്കുന്നത് നോക്കി. കാണാൻ തന്നെ ഇത് ഭംഗിയല്ലേ. അത് തന്നെ നോക്കി നിൽക്കാൻ തോന്നും. പ്രത്യേകിച്ച് ഈ ചെമ്മീനും ഞണ്ടും ഉള്ള ഭാഗത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇനി അടുത്ത വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ നോക്കി എന്ത് ഭംഗിയാണ്, കണ്ടു നിന്ന് പോകും നമ്മൾ. അതും വെറൈറ്റി. നമ്മുടെ കട്ടിങ് ഏരിയയ്ക്ക് അടുത്തായിട്ട്, അതായത് മീൻ ക്ലീൻ ചെയ്യുന്ന ഏരിയയ്ക്ക് അടുത്തായിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഹോട്ട് ആൻഡ് കോൾഡ് ഉള്ള ബാഗുകൾ കിട്ടും കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ബാഗ് വാങ്ങി. കാരണം കാറിൽ കൊണ്ടുപോകണം. പിന്നെ കാറിനതൊരു മണമൊക്കെ വരാൻ പാടില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. അതും അത്യാവശ്യം വലുത് തന്നെയാണ്. കാണാൻ കുറേ ഉണ്ട്. അതിനും കമ്പാരിറ്റീവ്ലി പുറത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കുറവാണ് അവിടെ. പക്ഷേ അത്യാവശ്യം നല്ല സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്നും അധികമൊന്നും വാങ്ങിയില്ല. കുറച്ച് മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വയ്യ. പിന്നെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാമെന്ന് വയ്ക്കും. ഇതാണ് എൻ്റെ എൻട്രൻസിൽ എന്ത് ഭംഗിയല്ലേ. മീനുകൾ ഇടിക്ക് നീന്തുന്ന മീനുകളെ പോലെ തന്നെ തോന്നല്ലേ. പിന്നെ ക്രിസ്മസിനാണ് വെറൈറ്റി. മീനുകൾ വെച്ചിട്ടാണ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തേക്കുന്നത്. അതും അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് അതാണ്ട് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റും, അതുപോലെ തന്നെ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിഷ് മാർക്കറ്റും. ഇതിനിടയിൽ കൂടെ വേണം നമ്മൾ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ എൻട്രി വരുന്നതും. എൻട്രൻസിന് പുറത്തായിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ഫിഷിനെ കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇതൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇതല്ല നമ്മൾ പറഞ്ഞ സ്ഥലം. ആ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡ് പിടിച്ച് നേരെ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നടക്കുമ്പോൾ തന്നെ അടുത്തായിട്ട് ഇതാണ്ട് ഈ ഒരു കൗണ്ടർ വരും. ഈ കൗണ്ടറിൽ എഴുതിയേക്കുന്ന ഗ്രിൽ ഫിഷ് എന്നാണ്. ഇവിടെ നമുക്കൊരു 20-22 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് മീനെ കൊണ്ടു കൊടുത്താലും അവരത് ഗ്രില്ല് ചെയ്ത് സെറ്റാക്കി നമ്മൾ കൊണ്ടുത്തരും. ഈ ഒരു ബ്രോഷർ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെയാണ്